ഇപ്പോൾ മുൻ DGP TP സെൻകുമാർ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. തീർച്ചയായിട്ടും സംശയങ്ങളുണ്ടായിരിക്കാം. ആ സംശയങ്ങൾ എവിഡൻസ് ആക്കി എടുക്കേണ്ടത് അന്വേഷണമാണ്. പക്ഷെ അത് എടുക്കുകയാണെങ്കിൽ പ്രയോറിറ്റി അനുസരിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. പ്രത്യേകിച്ച് ടീം കോർഡിനേഷൻ ഇല്ലായിരുന്നു എന്നുള്ളത് ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കുകയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. അത് അപ്പോൾ ടീം കോർഡിനേഷൻ ഇല്ലായിരുന്നു എന്നുള്ളത് വ്യക്തമായതുകൊണ്ടാണല്ലോ ടീം കോർഡിനേഷൻ വേണമെന്നും ടീം ലീഡർ അറിഞ്ഞത് പ്രവർത്തിക്കണമെന്നും പറഞ്ഞത്. എന്തായാലും ടീം ലീഡർ അറിഞ്ഞാണ് ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നതെന്നുള്ളത് വളരെ നല്ലതാണ്. അതിൽ ആര് പ്രതിയായാലും അത് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. ഇത് ആരാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് അനുവർത്തിക്കേണ്ട ചില നടപടിക്രമങ്ങൾ പാലിച്ചിരിക്കണം. ഈ ADGP BS സന്ധ്യയെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ SPC ലെറ്റർ കൊടുത്തതായി പറയുന്നു. അതൊരു സാധാരണ നടപടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ താങ്കൾ ഇതുവരെ പറഞ്ഞതിനെ എല്ലാം ഇവരെല്ലാവരും തള്ളിക്കളയുന്നു തന്നെയല്ലേ? അല്ലല്ല, അതൊക്കെ അത് അവരുടെ ഇൻറ്റേർണൽ കാര്യമാണ്. ഞാനിപ്പോൾ പോലീസിലല്ലല്ലോ. അത് അവരുടെ ഇന്ത്യയിൽ പോലീസിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എടുക്കേണ്ട നടപടികളാണ് ഇതിലെടുത്തത്. അത്രയും ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്ന റെക്കോർഡിൽ തന്നെ അതിൻ്റെ അടുത്ത ഭാഗം എടുക്കുകയാണെങ്കിൽ അതിൽ കാണും. ഈ 1.5 മണിക്കൂറോളം എൻ്റെ അവിടെ വന്ന് ഇരുന്ന ഒരാൾ ഇത്ര റെക്കോർഡ് ചെയ്തതാകെ ഒരു പേജോ ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് എനിക്കൊരു 15ഓളം ഫോൺ കോൾസ് വന്നിരുന്നു. അതുപോലെ വേറെ അനിൽ എന്ന് പറഞ്ഞ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ ഞാൻ ആക്ച്വലി തുടങ്ങുന്നത് പോലും നിങ്ങൾ ആദ്യം എഴുതിയിരിക്കുന്ന മുഴുവൻ തെറ്റാണ് എന്ന് പറഞ്ഞാണ്. അതൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഈ കേസിൽ എവിഡൻസ് ഇല്ലാന്ന് താങ്കൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടത് ഈ IG-യെ മറ്റും വിളിച്ച് നേരിട്ട് സംസാരിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നോ? കാരണം അല്ല, നേരത്തെ നമ്മൾ എവിഡൻസും സംശയവും രണ്ടായിട്ട് എടുക്കട്ടെ. എവിഡൻസ് എന്ന് പറയുന്നതിന് നമ്മൾ കോടതിയിൽ കൊടുക്കാൻ പറ്റുന്ന തെളിവിനെയാണ് നമ്മൾ എവിഡൻസ് എന്ന് പറയുന്നത്. അത് ആ സമയം വരെ കിട്ടിയിട്ടില്ലായിരുന്നു. അത് ആ സമയം വരെ കിട്ടിയിട്ടില്ലായിരുന്നു. അതാണ് അവർ തന്നെ പറഞ്ഞു. അല്ല, ആ അന്വേഷണം നടത്തുന്നവർ തന്നെ എന്നോട് പറഞ്ഞു നമുക്ക് കോടതിയിൽ കൊടുക്കാവുന്ന ഒരു തെളിവും കിട്ടിയിട്ടില്ല, കുറേ സംശയങ്ങളുണ്ട്. അത് വെച്ചാണ് നമ്മൾ ആ സംശയങ്ങൾ തീർക്കാനുള്ള നടപടികളിലേക്കാണ് പോകേണ്ടത്. നോക്ക്, അത് ഞാൻ ഏതായാലും ഒരു ബുക്ക് എഴുതുന്നുണ്ടല്ലോ, അല്ലെ ഞാൻ പറഞ്ഞേക്കാം കൃത്യമായിട്ട്. പ്രത്യേകിച്ച് അന്വേഷണ സംഘ തലവനെയൊന്നും ചോദ്യം ചെയ്യലൊന്നും ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇത്തരത്തിൽ അങ്ങനെ വരുന്ന സ്വാഭാവികമായിട്ട് ഈ അന്വേഷണത്തിന്റെ ഗതിയെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് അന്വേഷണത്തിന്റെ ഗതിയെ ബാധിക്കുമെന്ന് ഇപ്പം എനിക്ക് പറയാൻ വയ്യ. പക്ഷേ അതൊരു തെറ്റായ പ്രൊസീജിയർ ആയതുകൊണ്ടാണല്ലോ ഞാൻ ഇടപെട്ടത് അന്ന്. കാരണം ഒരു അന്വേഷണ സംഘ തലവൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത്, ഇപ്പോൾ ആരുടെ അടുത്തും അദ്ദേഹം പരാതിപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതൊക്കെ ഒരു സീനിയർ ഓഫീസേഴ്സിനെതിരെ ജൂനിയർ ഓഫീസേഴ്സ് പരാതി കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹത്തിനെ വിളിച്ചില്ല? ആരെങ്കിലും പറയട്ടെ, അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ലോങ് ഡ്രോൺ ഇതിലേക്ക് നമ്മൾ പോകുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പ്രോസസ്സിലേക്ക് അദ്ദേഹത്തിന് ആരെങ്കിലും വിളിച്ചിരുന്നു എന്ന് പറയട്ടെ. എൻ്റെ അടുത്ത് എനിക്കുള്ള അറിവ് ഇത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറയാം, എനിക്ക് കിട്ടിയൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, വേറൊരു ADGP ഇതിൽ സംശയിക്കുന്ന ഒരാളെ സന്ദർശിച്ചതായിട്ട്. അത് ഞാൻ പാസ് ഓൺ ചെയ്തിരുന്നു. മനസ്സിലായോ? നമ്മളത് ഞാൻ കൂടുതൽ ഇൻ്റർഫിയർ ചെയ്യാത്തത് എൻ്റെ ഒരു ടൈം പീരീഡിൽ തീരുന്നൊരു കേസല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മളതിൽ കൂടുതൽ ഇൻ്റർഫിയർ ചെയ്യാത്തത്. സാർ ഈ മലയാളത്തിൽ പറഞ്ഞ അഭിമുഖം ഈ വളരെ തെറ്റായ രീതിയിലാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത് തോന്നുന്നു. കാരണം ഇതിൽ തെളിവില്ല എന്നും ദിലീപിന് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു എന്ന രീതിയിലാണ്. അല്ല, ഞാൻ ആർക്കും ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ല. ഞാൻ ആകെ ഞാൻ പറഞ്ഞത് പ്രോസ് ആൻഡ് കോൺസ് ആണ്. ഇപ്പോൾ ഒരാളെ സംശയിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോസിലും കോൺസിലും എടുത്തു നോക്കുകയാണെങ്കിൽ അയാളെ അനുകൂലിക്കുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ എതിരായിട്ടുള്ള സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താ പ്രിൻ്റ് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. മനസ്സിലായോ? ഒന്നാമത്തേൽ അയാളെ റെക്കോർഡ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടല്ല എന്നോട് സംസാരിച്ചിരുന്നത്. മനസ്സിലാക്കാൻ വേണ്ടി, ഇതിനു വേണ്ടി വന്നതല്ല. ഞാൻ 55 ദിവസം എന്ത് ചെയ്തു എന്നറിയാൻ ചോദിക്കാൻ വന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് മറ്റുള്ളവരോട് ഞാൻ ഫോണിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അയാൾ റെക്കോർഡ് ചെയ്ത് ഉണ്ടെങ്കിൽ. എന്നോട് പറയാതെയാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ സാറിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമുക്കറിയല്ലോ. കാരണം നമ്മളെ എല്ലാ മീഡിയ ആയിട്ട് ഇപ്പം എന്നോട് ഇത് തന്നെ സംസാരിച്ച നിരവധി മീഡിയ, ഞാൻ തന്നെ ഇപ്പോൾ TV സ്റ്റുഡിയോയിൽ തന്നെ പോയി സംസാരിക്കുമ്പോഴും ഇത് അവരോട് ചോദിച്ചറിയാം. ഞാൻ അവരോട് പറഞ്ഞ പല കാര്യങ്ങളുമാണ് ഇതിൽ പല ഭാഗങ്ങളുള്ളത്. പക്ഷെ അതിൻ്റെ മറുഭാഗം വന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ആർക്കും ക്ലീൻ ചിറ്റ് കൊടുക്കുകയോ ആരെങ്കിലും പ്രതിയാക്കുകയോ ഒന്നുമല്ല ചെയ്തത്. നമ്മളാകെ പറഞ്ഞത് ഒരു എവിഡൻസ്, കോടതിയിൽ കൊടുക്കേണ്ട എവിഡൻസ് അനുസരിച്ച് ആൾക്കാർക്കെതിരെ വന്നിട്ടില്ല. അത് വരണമെങ്കിൽ എന്ത് സസ്റ്റെയിൻഡ് ഇൻവെസ്റ്റിഗേഷൻ സയൻറ്റിഫിക്കായിട്ട് വേണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ടീം ലീഡർ ഹൂ ഈസ് എ കേപ്പബിൾ ആൻഡ് വെരി, മറ്റൊരു കേസ് അദ്ദേഹത്തിനെയാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞ അങ്ങനെ ഒരു സന്ദർഭത്തിൽ പിന്നെ എന്തിനാണ് അദ്ദേഹത്തിന് ഉപേക്ഷിച്ച് പോയതിനുള്ള ചില ഉത്തരങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കേട്ടോ? ശരി. TP സെൻകുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
ഇക്കാര്യത്തിലൊരു കോർഡിനേഷൻ ഇല്ലായ്മ സംഭവിച്ചിട്ട് ഉണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കാതെയാണ് മേൽനോട്ടം വഹിച്ചിരുന്ന ADGP പല കാര്യങ്ങളും ചെയ്തത് എന്നും വീണ്ടും ഇക്കാര്യത്തിൽ പറയുകയുണ്ടായി. താൻ അന്ന് തൻ്റെ കാലാവധിയിൽ താൻ DGP ആയിരിക്കുന്ന സമയത്ത് തീരുന്നൊരു കേസ് അല്ലാത്തത് കൊണ്ടാണ് കാര്യമായി ഇതിൽ ഇടപെടാത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് എത്രമാത്രം പ്രസക്തമാണ് എന്നതാണ് മനസ്സിലാകാത്തത്. കാരണം പോലീസ് മേധാവിയായിരുന്ന ഒരാൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ എന്തുകൊണ്ട് കൃത്യമായ രീതിയിൽ ഇടപെട്ടില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ TP സെൻകുമാറിന് ഈ ഒരു ന്യായവാദമല്ലാതെ മറ്റൊന്നുമില്ല എന്നതും ശ്രദ്ധേയമാകുന്നു.